നമസ്കാരം. പരമ്പരാഗതമായ ആചാരങ്ങളും സാംസ്കാരിക പൈതൃകവും ഒത്തുചേരുന്ന കോഴിക്കോട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭഗവതീ ക്ഷേത്രമാണ് ശ്രീ വളയനാട് ഭഗവതീ ക്ഷേത്രം. കോഴിക്കോട് ഗോവിന്ദപുരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ശാക്തേയ ക്ഷേത്രമാണ് കേട്ടോ ഇത്. സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ആത്മീയ ഭക്തിയുടെയും സമ്പന്നമായ മിശ്രിതത്തിൻ്റെയും ശ്രദ്ധേയം ഒരു സാക്ഷ്യമാണ് ഈ മഹാക്ഷേത്രം. സാമൂതിരിമാരുടെ പരദേവതയായ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ചാമുണ്ടേശ്വരിയാണ്. നമ്മുടെ ഇന്നത്തെ ട്രെയിൻ യാത്ര ഈ മഹാക്ഷേത്രത്തിലേക്കാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം. അമ്മയുടെ ദർശനത്തിനായുള്ള ഈ യാത്രയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ മനസ്സ് നിറഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. കേരളത്തിൽ നമ്മൾ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ട്രെയിൻ മാർഗം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് കോഴിക്കോടാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4.2 കിലോമീറ്റർ മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്ത് നിന്നുമാണ്. ട്രെയിൻ നമ്പർ 166-29 മലബാർ എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. തിരുവനന്തപുരം സെൻട്രൽ നിന്നും എല്ലാ ദിവസവും വൈകുന്നേരം 6:40 ആരംഭിച്ച് കോട്ടയം വഴി മംഗലാപുരം വരെ പോകുന്ന ഒരു ട്രെയിനാണ് മലബാർ എക്സ്പ്രസ്. 6:40 എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ഒരു 8 മണി കഴിയുമ്പോഴേക്കും കൊല്ലത്തെത്തും. കൊല്ലത്ത് നിന്നും കോഴിക്കോടേക്ക് സ്ലീപ്പർ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 250 രൂപയാണ് കേട്ടോ കൊല്ലത്ത് നിന്നും കോഴിക്കോട് വരെ സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് ആയത്. ഏകദേശം 8.5 മണിക്കൂറോളം യാത്രയുണ്ട് കൊല്ലത്ത് നിന്ന് കോഴിക്കോട് വരെ മലബാർ എക്സ്പ്രസ്സിൽ. ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു 5:15 കഴിയുമ്പോൾ കോഴിക്കോട് എത്തും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 4 AC പെയ്ഡ് വെയിറ്റിംഗ് ഹോൾ ഉണ്ട്. മണിക്കൂറിന് 30 രൂപയാണ് ചാർജ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. അവിടെ കയറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പ്ലാറ്റ്ഫോം നമ്പർ 4 തന്നെയുള്ള ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജുകളൊക്കെ കൊണ്ടുവച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞൊന്ന് സെറ്റായി വന്നപ്പോൾ സമയം രാവിലെ 6:05 കഴിഞ്ഞു കേട്ടോ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2 എൻട്രൻസ് ഉണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഉണ്ട്, 4 ഉണ്ട്. ഇതിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 എൻട്രൻസ് വഴി പുറത്തിറങ്ങി വരുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും. മാങ്കാവിലേക്കാണ് നമുക്ക് ബസ് കയറി പോകേണ്ടത്. ഒരു 6:15 കഴിഞ്ഞപ്പോൾ ബസ് കിട്ടി. നമുക്ക് 13 രൂപയാണ് കേട്ടോ ബസ് ചാർജ്. മാങ്കാവ് ബസ് ഇറങ്ങിയതിന് ശേഷം ഒരു 30 രൂപ ഓട്ടോ കൊടുത്ത് നേരെ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ കറക്റ്റ് ഒരു 6:45 ആയപ്പോൾ നമ്മൾ ക്ഷേത്ര സന്നിധിയിലെത്തി കേട്ടോ. കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് നമ്മുടെ കോഴിക്കോട് ഗോവിന്ദപുരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ശാക്തേയ ക്ഷേത്രം ശ്രീ വളയനാട് ദേവി ക്ഷേത്രം. സാമൂതിരിമാരാൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചാമുണ്ട ഭഗവതിയാണ്. ദുർഗാദേവിയാണ് കേട്ടോ സങ്കല്പം. കേരളീയ വാസ്തുവിദ്യ ശൈലിയിൽ മരം കൊണ്ട് നിർമ്മിച്ച ഗംഭീരമായ ശ്രീകോവിലും സപ്തമാതൃപ്രതിഷ്ഠകളും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ ദേവി ചതുർബാഹുവായ ചാമുണ്ടിയായി വടക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. രുചിത് രീതിയിലുള്ള പൂജകളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഉപദേവതകളായി ശിവഭഗവാൻ, കാനനവാസനും കലിയുഗവർദ്ധനുമായ ശാസ്താവ്, വിഘ്നേശ്വരനായ ഗണപതി, കപ്പൽ ഭഗവതി എന്നിവരാണ് കേട്ടോ. ഇവർക്കൊക്കെ പ്രതിഷ്ഠകളുണ്ട്. പിന്നെ പ്രധാന വഴിപാട് ഗുളികൻ ക്ഷേത്രപാലകന് നടത്തുന്ന ഗുരുതി. ഇവിടുത്തെ സമർപ്പണം ഭയങ്കര ഒരു പ്രത്യേകം വഴിപാട് തന്നെയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ സ്വയംവര പുഷ്പാഞ്ജലി, ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി എന്നിവയും വളരെ പ്രധാനമാണ്. പിന്നെ കാപാലിക ആചാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ക്ഷേത്രം അതിനുള്ളിൽ ശ്മശാന ഭൂമിയുമുണ്ട്. ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ ഭഗവതിയുടെ സന്നിധിയിൽ വരുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അതിലൊരു സംശയവുമില്ല. കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ അവതരിപ്പിച്ചത്, നമ്മൾ ഇവിടേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ കേട്ടോ. ഇപ്പോൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് കുറച്ചധികം നേരം നമ്മൾ ക്ഷേത്രത്തിൽ ചെലവഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മറ്റൊരു ക്ഷേത്ര ദർശനത്തിന് പോകാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ ഭഗവതിയുടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് തന്നെ ഓട്ടോ പിടിച്ചൊരു 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തളി മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാനായി സാധിക്കും. അപ്പോൾ അവിടെയും പോയി ദർശനം നടത്തുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ക്ഷേത്രം ഒരുമിച്ച് ദർശനം നടത്താം കേട്ടോ. നമ്മൾ എന്തായാലും അങ്ങനെ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം തളി മഹാദേവ ക്ഷേത്രത്തെ പറ്റി ഒരിക്കൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് 40 രൂപ കൊടുത്ത് നേരെ തളി മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടുന്ന് ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു 1:45 മുമ്പ് നമുക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതി. അപ്പോൾ ആ ഒരു സമയത്തിന് നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ നടക്കും. ഉച്ചയ്ക്ക് ശേഷം 1:45 കോഴിക്കോട് ജനശതാബ്ദിയിലാണ് നമ്മുടെ തിരിച്ചുള്ള മടക്കയാത്ര. സ്ഥിരം നമ്മൾ സാധാരണ എങ്ങനെയാണ് രാവിലത്തെ ദർശനത്തിനായി കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ തിരിച്ച് ജനശതാബ്ദി യാത്രയിലാണ് പോകുന്നത്. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെന്റ് ഇല്ല. നമ്മൾ മുൻകൂട്ടി സെക്കൻഡ് സിറ്റിംഗ് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ AC ചെയർ കാർ ബുക്ക് ചെയ്ത് പോവേണ്ടിയിരിക്കുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് തളി മഹാദേവ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ നേരത്തെയാണ് കോഴിക്കോട് എത്തുന്നതെങ്കിൽ ഏറനാട് എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് കയറി നാട്ടിൽ പോകാം. അതാകുമ്പോൾ കൂടുതലും ജനറൽ കമ്പാർട്ട്മെന്റുകളുള്ളതാണ്. നമ്മുടെ മംഗലാപുരത്ത് നിന്ന് ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ പോകുന്ന വണ്ടിയാണ് ഏറനാട് എക്സ്പ്രസ്. അങ്ങനെ നമ്മൾ 2 ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒക്കെ കഴിച്ച് കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ നമ്പർ ദാണ്ടത് ഇവനിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. തിരുവനന്തപുരം കോഴിക്കോട്, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കേട്ടോ. 190 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. കോഴിക്കോട് നിന്ന് കൊല്ലം വരെ ആലപ്പുഴ വഴിയാണ് പോകുന്നത്. വൈകുന്നേരം
വൈകുന്നേരമല്ല, രാത്രി ഒരു 8 മണിയോടുകൂടി നമ്മൾ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തും. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിന് മുമ്പേ നേരത്തെ ക്ഷേത്രദർശനമൊക്കെ കഴിയുകയാണെങ്കിൽ ഏറനാട് കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല കുറച്ച് സമാധാനമൊക്കെ ആയിട്ട് പോകാനാണെങ്കിൽ ഇതുപോലെ ജനശതാബ്ദിയിൽ പോയാൽ മതി കേട്ടോ. പിന്നെ ജനശതാബ്ദിയിലെ സീറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. AC ചേർക്കാറ് പിന്നെയും കുഴപ്പമില്ല. സെക്കൻഡ് സിറ്റിംഗ് നമ്മൾ ഇരുന്ന് നട്ടൽ വെള്ളമാവുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ അവരോരോ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.